പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഏവർക്കും വന്ദനം. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ കാര്യം അല്പം കഷ്ടമാണ്. ഏതാണ്ട് ശാപം കിട്ടിയതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ഭരണകൂടങ്ങൾ, സർക്കാരുകൾ മാറി മാറി വരുന്നു. പക്ഷേ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ കൂടുതൽ ആശങ്കാജനകമായി തുടരുന്നു. ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുകയും ഇവിടെ നന്മ വരണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടികളും സർക്കാരുകളും നാം കണ്ടിട്ട് നാളേറെയായി. വലിയ താല്പര്യത്തോടെ, ആവേശത്തോടെ ഒരു പുതിയ സർക്കാരിനെ അധികാരത്തിൽ എടുത്തു വയ്ക്കത്തക്കവണ്ണമുള്ള അധ്വാനം നാം എല്ലാവരും ചെയ്തു. ഞാനും പോയി വോട്ട് ചെയ്തതാണ്. വോട്ടിൻ്റെ റിസൾട്ട് വരുന്നത് വരെ കേരളം എപ്രകാരം ഭരിക്കപ്പെടണം എന്ന ചിന്തയായിരുന്നു. അതിനെപ്പറ്റി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ഫലം വന്നു കഴിഞ്ഞപ്പോൾ കേരളം എങ്ങനെ ഭരിക്കപ്പെടണമെന്നല്ല, ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് മാത്രമാണ് കരുതൽ, ശ്രദ്ധ, താല്പര്യം, ഭ്രാന്ത്. ഇത് എൻ്റെയോ നിങ്ങളുടെയോ പ്രശ്നമല്ല. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകുന്നു എന്നതല്ല നമ്മുടെ പ്രശ്നം. അത് കസേരക്കുതിയന്മാരായ ചില രാഷ്ട്രീയ മാടമ്പികളുടെ ഭ്രാന്താണ്. നമ്മുടെ പ്രശ്നം പരിഗണിക്കാൻ ഇവിടെ ആരുമില്ല. ഇടത് വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. എല്ലാം ശരിയാകും എന്ന വാക്കുകൾക്ക് ഇപ്പോൾ വേറെ അർത്ഥമുണ്ടായി. എല്ലാം ശരിയാകും എന്നായിപ്പോയി. എന്തുകൊണ്ട് അപ്രകാരം സംഭവിച്ചു? ആ വലിയ തകർച്ച ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആരും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് വളരെ വേദനയോടും പരിഭ്രമത്തോടും കൂടെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നാം യാഥാർത്ഥ്യ ബോധം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നാളെത്രയോ ആയി. കുറഞ്ഞ പക്ഷം സ്വാർത്ഥത കൊണ്ടെങ്കിലും നമുക്കും വല്ലതും നന്മ വരണം എന്ന ചിന്തയെങ്കിലും ആളുകൾ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനിടയാകുന്നില്ല. ഞാൻ ഈ 1-2 ദിവസം ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അധികാരം കൈമാറുന്നു, അധികാര തുടർച്ച, അധികാരത്തിൻ്റെ മാറ്റം. എൻ്റെ മനസ്സിൽ വന്ന ഒരു ഉദാഹരണമാണ് 10 വയസ്സുള്ള ഒരു ബാലന് അവൻ്റെ ജന്മദിന സമ്മാനമായി, ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു ചാക്ക് നിറച്ച് ഡൈനാമൈറ്റ് കൊടുത്താൽ എന്തായിത്തീരും? അപ്രകാരമാണ് ഇടതിൽ നിന്ന് വലതോട്ടാണെങ്കിലും വലതിൽ നിന്ന് ഇടത്തോട്ടാണെങ്കിലും ഇപ്പോൾ ഇടതും വലതുമല്ല, ഇതിൻ്റെയൊക്കെ മേളിൽ കിടക്കുന്ന BJP ആരുടെ കയ്യിൽ ഭരണം ഏൽപ്പിച്ചാലും ഏതാണ്ട് ഇപ്രകാരമാണ്. നമുക്കറിയാം, വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറി. ഇന്നും ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ചെയ്ത വാഗ്ദാനങ്ങൾ ഏറെ താമസിയാതെ മറന്നു പോകുകയാണ് ഉണ്ടായത്. 15 ലക്ഷം ഇന്നും കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് തമാശ, ഒരു കളിതമാശയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കളിതമാശയാണ്. നമ്മുടെ അവസ്ഥ ഏതാണ്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിലെ ജനം രാഷ്ട്രീയമായി വസ്തുതാപരമായി ചിന്തിക്കുവാനുള്ള കഴിവ് ആർജിക്കുന്നില്ല. അവർക്കുള്ള തലച്ചോറ് അവർ പ്രയോഗിക്കുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. അവർ ആത്മാഭിമാനമുള്ളവരാണ് എന്നും അവരെ മുറയ്ക്ക് കുരങ്ങ് കളിപ്പിക്കുന്നത് അവർക്ക് സന്തോഷമല്ല എന്നും അവർ വിശ്വസനീയമായ വിധത്തിൽ ആരെയും അറിയിക്കുന്നില്ല. ആരാണ്
ഞങ്ങളെ കൂടുതൽ സമർത്ഥമായി കുരങ്ങ് കളിപ്പിക്കുന്നത് അവരാണ് ഞങ്ങളുടെ ഏമാന്മാർ എന്ന വിധത്തിലാണ് കേരളത്തിലും ഭാരതത്തിലെമ്പാടും ആളുകൾ രാഷ്ട്രീയമായി ഇന്ന് പ്രവർത്തിക്കുന്നത്. ചിന്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഈ ദുരവസ്ഥയിൽ പെട്ടുപോയിരിക്കുന്നത്. നമുക്ക് കേരളത്തെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ഈ അധികാര വടംവലി അവസാനിക്കാത്തത്? ഇപ്പൊ BJP-യിൽ അധികാര വടംവലി ഉണ്ടാകുവാൻ സാധ്യമല്ല. കാരണം അവിടെ ആർക്കും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ല. ആ പാർട്ടിയുടെ എല്ലാം തീരുമാനിക്കുന്നത് 2 ആളുകൾ ചേർന്ന് മാത്രമാണ്. അവർക്ക് താല്പര്യമുള്ളവർ മുഖ്യമന്ത്രിയാകും, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാകും, ഗവർണേഴ്സാകും, വ്യവസായികളാകും, വലിയ വലിയ കരോഡ്പതികൾ ആകും. ആര് അകത്താകണം, ആര് പുറത്താകണം എന്ന് നിശ്ചയിക്കപ്പെടും. അതുകൊണ്ട് അവർക്ക് ആ പ്രശ്നമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിയുടെ മാർഗത്തിൽ നടക്കുന്നു എന്ന് പറയുകയും വെറും എല്ല് കാണുമ്പോൾ ശുനകന്മാരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ന്യായമായും അല്പം ചിന്തിക്കാൻ കഴിവുള്ള കേരളത്തിൽ നിന്നും ചോദിക്കും, നിനക്കെന്താ വട്ടാണോടാ എന്ന് ചോദിക്കണം. ചോദിക്കാത്തത് കൊണ്ടാണ് ഈ പൊറാട്ട് നാടകം കണ്ട് ഇന്ന് നിൽക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മുൻപിലുള്ള പ്രശ്നം സതീശൻ അല്ലെങ്കിൽ ചെന്നിത്തല അല്ലെങ്കിൽ KC മുഖ്യമന്ത്രിയാകണമോ വേണ്ടയോ എന്നുള്ളതല്ല. ഇവർ 3 പേരും ഇവിടെ പരിവാരങ്ങളെ മുഴുവനും മുഖ്യമന്ത്രിയാക്കിയാലും നമുക്കൊരു പ്രയോജനവുമില്ല. അത് നമ്മുടെ പ്രശ്നവുമല്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. കേരളം എങ്ങനെ ഭരിക്കപ്പെടണം എന്നതാണ് നമ്മുടെ പ്രശ്നം. അതാർക്കും പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതെല്ലാം നാം മൂക ദൃക്സാക്ഷികളായി കണ്ട് പിന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം വന്നപ്പോൾ ഉള്ളിലെ അമർഷം പ്രകടിപ്പിക്കത്തക്കവണ്ണം ബട്ടൺ ചവിട്ടി അമർത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടാകുന്ന ലക്ഷണം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സോട് ഈ വീഡിയോ ചെയ്തത്. ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം കേരളത്തെ ഞങ്ങൾ ഇപ്രകാരമാണ് ഭരിക്കാൻ പോകുന്നത് എന്ന ഒരു വാക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വായിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ആകെപ്പാട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കസേര ആർക്ക് ലഭിക്കണം. എല്ലാവർക്കും ഓരോ കസേര കൊടുത്ത് തുലയ്ക്കരുതോ? എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്? എന്തിനാണിത്? ആർക്ക് വേണ്ടിയാണ്? എന്തെങ്കിലും പ്രതീക്ഷയോടുകൂടെ ജനം നിങ്ങൾക്ക് വോട്ട് നൽകിയെങ്കിൽ ആ പ്രതീക്ഷയിൽ മുഴുവനും വിഷം ചേർക്കാൻ മാത്രമല്ലേ നിങ്ങൾക്ക് ഇന്നുവരെ കഴിയുന്നത്. ഇനി രണ്ടാമതൊരു പ്രശ്നം കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ ഭാവി എന്തായിത്തീരും. ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ ഒന്നാമത്തെ പ്രശ്നം സതീശനോ ചെന്നിത്തലയോ KC-യോ ഭരിക്കണമോ, അവർ ആർക്ക് കസേര കിട്ടും എന്നതല്ല, കേരളം എങ്ങനെ ഭരിക്കപ്പെടണം. ഇവിടെ മനുഷ്യർക്ക് ഭീതിയില്ലാതെ ആത്മാഭിമാനത്തോടെ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ നന്മ രുചിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ആർക്ക് കഴിയും? കേരളത്തിൻ്റെ വലിയ സാധ്യതകളെ എപ്രകാരം അർത്ഥവത്താക്കി പ്രയോജനപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ഈ കൊച്ചു സംസ്ഥാനത്തെ സ്നേഹിച്ച് അതിൻ്റെ നന്മ വിപുലീകരിക്കാൻ ആർക്കാണ് താല്പര്യമുള്ളത്? അതാണ് നമ്മുടെ പ്രശ്നം. നാം എപ്രകാരം ഭരിക്കപ്പെടണം. രണ്ടാമതൊരു പ്രശ്നം കൂടെ എൻ്റെ മനസ്സിലുണ്ട്. അത് മറ്റൊന്നുമല്ല, കൊച്ചു കേരളത്തിൻ്റെ ഭാവി എന്തായിത്തീരും. നാം വലിയ അപകടത്തിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പൊതുവായ കടം 3.1 ലക്ഷം
കോടി രൂപയാണ്. 3.1 lakh crores. നമുക്കറിയാം, അത് ഓരോ വർഷം തോറും ഇത് കൂടി വരികയാണ്. ഈ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത വിധം ഇതിൻ്റെ കടബാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അമേരിക്കയെ നോക്കാം. അവർക്ക് $39 ട്രില്യൺ കടബാധ്യതയുണ്ടല്ലോ. ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ അതെങ്ങനെയെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമോ എന്ന് ട്രംപ് പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വാസ്തവത്തിൽ ഈ വെനിസ്വേലയിൽ നടന്ന അക്രമമാണെങ്കിലും ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങളാണെങ്കിലും ഇതൊക്കെയും അമേരിക്കയുടെ കടബാധ്യതയെ ഒന്ന് ശമിപ്പിക്കത്തക്കവണ്ണം മറ്റ് രാഷ്ട്രങ്ങളുടെ മുതൽ പിടിച്ചു പറിച്ചെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭാവി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുമോ എന്ന ഒരു അന്വേഷണം അതുണ്ട്. ഞാനതിനോട് യോജിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വിധത്തിലും അതിനോട് എനിക്ക് യോജിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്കറിയാം, എന്നെ അറിയാവുന്നവർക്കറിയാം. പക്ഷേ അമേരിക്കയിലെ ട്രംപ്, നമ്മളെല്ലാവരും ഒരു കൊമീഡിയൻ എന്ന വിധത്തിൽ കാണുന്ന ട്രംപ് പോലും സ്വന്തം രാജ്യത്തിൻ്റെ കടബാധ്യത അല്പമെങ്കിലും കുറയ്ക്കുവാൻ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ കടബാധ്യത 3 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് ചിന്തിക്കുവാൻ ഈ നാട്ടിലാർക്കും സമയമില്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ദയവായി ചിന്തിക്കണം. ഈ നാട്ടിലെ യുവതീവാക്കന്മാർക്ക് ജോലി കൊടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇവിടെ നല്ല വിദ്യാഭ്യാസം നൽകുക. ഞാൻ 20ാമത്തെ വയസ്സിൽ നല്ല വിദ്യാഭ്യാസം അന്വേഷിച്ച് 1971 ഡൽഹിയിലേക്ക് 2nd ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വന്ന് നാട് വിട്ടവനാണ്. എനിക്ക് ദുഃഖമുണ്ട്. അതിനുശേഷം ഇന്നുവരെയും ഈ രാജ്യത്തെ യുവതീവാക്കന്മാർ അർഹിക്കുന്നത് പോലെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവായ നിലവാരം ഉയർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള സാധ്യതയും കഴിവും നമുക്കില്ലാഞ്ഞിട്ടില്ല. ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും നമുക്കില്ലാതെ പോയതുകൊണ്ടാണ്. വേണ്ട, രാഷ്ട്രീയക്കാരെ അങ്ങ് വിട്. മത സ്ഥാപനങ്ങൾ, ഇപ്പം സഭകൾ നടത്തുന്ന കോളേജുകളുണ്ട്. എത്രയോ മഹനീയമായ വിദ്യാഭ്യാസം അവയിൽക്കൂടെ നൽകാൻ കഴിയും. പക്ഷെ പണക്കൊതി വന്നതുകൊണ്ട് അവിടെ ഒന്നും അഭികാമ്യമായൊരു വിദ്യാഭ്യാസ നിലവാരം കൈവരിപ്പാനോ നിലനിർത്തുവാനോ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല, ഇപ്പോഴും ശ്രമിക്കുന്നില്ല. ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവർക്ക് ഭ്രാന്താണ് എന്ന ഒരവസ്ഥയിലാണ് കേരളത്തിൽ വന്ന ശേഷം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. കേരളത്തിൽ ഒരു സാധ്യതയുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തെ സ്നേഹിക്കുന്നതിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ ഇവിടെ വലിയ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇടതോ വലതോ ഭരിക്കുന്നു, അല്ലെങ്കിൽ BJP വന്ന് എല്ലാവരുടെയും കസേര മോഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതല്ല. കേരളത്തിൻ്റെ പ്രശ്നം, ഇത് നിങ്ങൾ ദയവായി മനസ്സിലാക്കണം, മലയാളിയുടെ അധപ്പതനമാണ്. മലയാളിയുടെ അധപ്പതനമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് മലയാളിയുടെ അധപ്പതനമാണ്. എന്തുകൊണ്ടോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തം ഭവനമായ കേരളത്തിലായിരിക്കുമ്പോൾ അവൻ്റെ കഴിവുകൾ വേണ്ടതുപോലെ പ്രയോഗിക്കുവാൻ യാതൊരു മനസ്സുമില്ല. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മുടെ ആളുകളുണ്ട്. ആദ്യകാലത്തൊക്കെ മലേഷ്യയിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ട്. ഇവിടെയൊക്കെ മലയാളികൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവർ നല്ല അധ്വാനം കാഴ്ചവെച്ച് അവരുടെ കഴിവുകൾ തെളിയിച്ച് മറ്റുള്ളവരുടെ കൈയടി നേടിയിട്ടുണ്ട്. പക്ഷെ ഇവരാരും കേരളത്തിലാണെങ്കിൽ മെയ് അനങ്ങി പണിയില്ല, കഴിവ് പ്രയോഗിച്ച് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയില്ല. കേരളം ഒരു ശാപഗ്രസ്തമായ അവസ്ഥയിലാണ്. ഇത് പറയാൻ സന്തോഷമുണ്ടായിട്ടില്ല, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ്.
അപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി എല്ലാവരോടും പറയാനുള്ളത്, കേരളത്തിൻ്റെ പ്രശ്നം രാഷ്ട്രീയമല്ല, കേരളത്തിൻ്റെ പ്രശ്നം ആധ്യാത്മികമാണ്, സ്പിരിച്വലാണ്. ഓരോ വ്യക്തിയുടെയും അവസ്ഥ നാം മനസ്സിലാക്കണം. ഞാൻ കേരളത്തിൽ വന്ന ശേഷം 2-3 വിഫല ശ്രമങ്ങൾ നടത്തി. അതായത് സമകാലീന സംഭവങ്ങളെ നിഷ്പക്ഷമായി അന്വേഷണ ബുദ്ധിയോടെ സമീപിക്കുകയും മനനം ചെയ്യുകയും അതിൽ അടങ്ങിയിരിക്കുന്ന പൊരുളുകൾ മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഫോറംസ്, വേദികൾ ഉണ്ടാക്കാമോ? ഞാൻ 2-3 ശ്രമങ്ങൾ നടത്തി. ആശയം എന്ന് പറയുമ്പോൾ മലയാളിക്ക് വെറുപ്പാണ്, അല്ലെങ്കിൽ ഭയമാണ്. അതിട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നതായി മാത്രമേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളൂ. എന്ന് മാത്രവുമല്ല, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെപ്പറ്റി സത്യസന്ധമായ വസ്തുതാപരമായ നിലപാടെടുക്കുവാൻ മലയാളികൾ ഇന്ന് കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ സഭാപരമായ എന്തെല്ലാം കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന സംഭവത്തിൻ്റെ നിജസ്ഥിതി ഇതാണ്, അതിൻ്റെ സത്യം ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആണോ എന്നെങ്കിലും പോലും പരിശോധിക്കുവാൻ മെനക്കെടുന്ന ആളുകൾ കേരളത്തിൽ നിന്നില്ല. ഓരോരുത്തരും അവരുടേതായ കോണുകളിൽ നിന്നുകൊണ്ട് അവരുടെ താല്പര്യമനുസരിച്ച് സംഭവങ്ങളെ വളച്ചൊടുക്കുകയും വക്രീകരിക്കുകയും അതുകൊണ്ട് തന്നെ സത്യത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികമായ വിശാലതയോ ലക്ഷ്യബോധമോ കേരളീയർക്ക് ഇന്നില്ല എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു രോഗം തന്നെയാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ കേരള എപ്പിഡമിക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ പ്രശ്നം രാഷ്ട്രീയമല്ല, ആധ്യാത്മികമാണ്. ആധ്യാത്മികമായ പ്രശ്നത്തിന് രാഷ്ട്രീയമായ പരിഹാരമില്ല. അതുകൊണ്ട് കേരളീയർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര ആവേശത്തോടുകൂടെ രാഷ്ട്രീയമായ യുദ്ധങ്ങൾ പൊരുതിയാലും, എന്തെല്ലാം ഇലക്ഷൻ ജയിച്ചാലും, ആരൊക്കെ തോറ്റാലും, ആരെയൊക്കെ തോൽപ്പിച്ചാലും ഇവിടുത്തെ സാഹചര്യം മാറില്ല. കാരണം ഒരു സമൂഹത്തിൻ്റെയും ഒരു സംസ്ഥാനത്തിൻ്റെയും സ്ഥിതിവിശേഷങ്ങൾ മാറണമെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ജനത അവരുടെ ധാർമ്മികവും ബൗദ്ധികവും ആധ്യാത്മികവുമായ ഉള്ളടക്കം, സംജ്ഞ, എസൻസ് മെച്ചപ്പെടണം. ജനം മെച്ചപ്പെടാതെ ഭരണരീതിയോ സാമ്പത്തിക വ്യവസ്ഥിതിയോ സാമൂഹ്യമായ അവസ്ഥയോ മെച്ചപ്പെടുവാൻ സാധ്യമല്ല. ജനം മെച്ചപ്പെടുവാൻ ശാസ്ത്രത്തിനോ രാഷ്ട്രീയത്തിനോ ഇക്കണോമിക്സിനോ ധനപരമായ ധനശാസ്ത്രത്തിനോ ഒന്നും ഒരു സംഭാവനയും ചെയ്യാനില്ല. ജനം നന്നാകാനുള്ള ഏക മാർഗം ആധ്യാത്മികതയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പക്ഷേ മനുഷ്യൻ നന്നാകണം എന്ന് ചിന്തിക്കുന്ന ഒരു മത സംവിധാനവും ഇന്ന് കേരളത്തിലില്ല എന്നതാണ് രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഇടിവിനേക്കാൾ ഏറ്റവും ഭീകരമായ ഇടിവായി നാം മനസ്സിലാക്കണം. വല്ല വിധേനയും എങ്ങനെയെങ്കിലും കേരളത്തിലെ വിഴുങ്ങി സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മത നേതാക്കന്മാർ കേരളത്തോട് ബന്ധപ്പെടുന്നതാണെങ്കിലും രാജ്യത്തോട് ബന്ധപ്പെടുന്നതാണെങ്കിലും അവർക്ക് എന്ത് കിട്ടും എന്നതിന് അനുസരിച്ച് മാത്രമേ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. മത നേതാക്കന്മാരുടെ കാഴ്ചപ്പാട് അത്രമാത്രം സംഘടിതമാണെങ്കിൽ സാധാരണ ആളുകളുടെ നിന്ന് നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രാഷ്ട്രീയക്കാരിൽ നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും തമ്മിൽ ഇത്ര ഗുലാൻ കേരളത്തിൽ നാം കാണുന്നത്. രണ്ടു കൂട്ടരും ഒരേ ലക്ഷ്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു. എൻ്റെ വാ നിറച്ചു വിഴുങ്ങാൻ എന്താണ് അവസരം, അതിനുള്ള മാർഗം എന്താണ്, ആ സാഹചര്യം നിലനിർത്താനായിട്ട് രാഷ്ട്രീയവും മതവും കോർത്തിണക്കി എങ്ങനെ ഒരു വലിയ സംഘമുണ്ടാക്കാം, ഒരു സംവിധാനം പണിയാം എന്നതിനപ്പുറത്ത് ചിന്തിക്കുന്ന മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും നമുക്കില്ല തന്നെ. അതുകൊണ്ട് ആര് വന്നാലും പോയാലും കേരളത്തിന് നിങ്ങൾക്കോ എനിക്കോ യാതൊരു ഗുണവുമില്ല. മാത്രവുമല്ല, നിങ്ങളും ഞാനും നന്നാകാൻ മനസ്സുള്ളവരല്ല എങ്കിൽ
ഇപ്പോഴായിരിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി മേത്തരമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് അർഹതയുമില്ല. ഇതാണ് ഇന്നത്തെ സത്യാവസ്ഥ. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്ന മാമാങ്കങ്ങൾ, ആർക്ക് കസേര, ആർക്ക് കസേര, ആർക്ക് കാച്ചിൽ, ആർക്ക് ചേമ്പ്, ആർക്ക് ചേന, ഈ 5 വയസ്സുള്ള കുട്ടികൾ കടിപിടി കൂടുന്നത് പോലെ എനിക്ക് കസേര കിട്ടുക, എനിക്ക് പറയുന്നു ഞാൻ അങ്ങോട്ട് വരത്തില്ല, എൻ്റെ മൂക്കിൽ കയറുക എന്ന് പറയും. പിന്നെ അണികളെ കൊണ്ട് നിരത്തിൽ കുരങ്ങ് കളിപ്പിക്കുക, ഇതുകൊണ്ട് വലിയ സംഭവമാണെന്ന് ആളുകളെ അറിയിക്കുക. കസേരക്കൊതിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മേന്മ എന്ന് തെളിയിച്ചു കൊടുക്കുക. കസേര കിട്ടിയില്ലെങ്കിൽ എനിക്ക് തലനേരെ നീക്കത്തില്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇതൊക്കെ വെറും ബാലിശമാണ്. ഇത് കണ്ട് മടുത്തു. ഇതിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാനില്ല. ഞാനിത് തെളിച്ച് പറയുന്ന ഏതെങ്കിലും പാർട്ടിയോട് എനിക്ക് വിരോധമുണ്ടായിട്ടോ അല്ലെങ്കിൽ അപ്രീതി ഉണ്ടായിട്ടോ അല്ല. ഇത് ഈ രാജ്യത്തിന്, ഈ സംസ്ഥാനത്തിന് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയത്തെ അധപ്പതിപ്പിക്കാൻ മാത്രം പര്യാപ്തമായൊരു അവസ്ഥയാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടും ഇതിന് ഗണ്യമായ മാറ്റം വരാത്തിടത്തോളം കാലം നമുക്ക് ഇപ്പോഴായിരിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥ പ്രതീക്ഷിക്കുവാൻ അർഹതയില്ലാത്തത് കൊണ്ടും ആകുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ്, സൊല്യൂഷൻസാണ്, പ്രതിവിധികളാണ് നാം അന്വേഷിക്കേണ്ടത്. അപ്രകാരമുള്ള ഒരു അന്വേഷണം ഇല്ല എന്നതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾ കാത്തിരുന്നിട്ട്, ഇത് ഞാൻ 3 ദിവസത്തിന് മുമ്പ് ചെയ്യേണ്ട വീഡിയോയാണ്, അന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ്. പക്ഷെ ഞാൻ കാത്തിരുന്നത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു എന്ന ഒരു ആശ്വാസത്തിന് വകയുണ്ടെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നതുകൊണ്ടാണ്. പക്ഷേ ഈ നിമിഷം വരെ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഏവർക്കും നമസ്കാരം.